അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എടുക്കാൻ പോവാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഷാജിർ ടോക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിൽ കൃഷിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കുറച്ചൊക്കെ സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് നമ്മളിത് ചട്ടിയും കുറച്ച് ചീരയും പിന്നെ എന്നതാ ഒരു തക്കാളിയും പിന്നെ ഇതും മേടിക്കാം, എന്താ വഴുതന. അപ്പോൾ നമ്മൾ വീടിൻ്റെ മേളിൽ എത്തിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിപ്പം നമുക്ക് നമ്മുടെ ഉണ്ണിക്കണ്ണനെ സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട്. വാ 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 പാം പാം. അതെ, നമ്മളിവിടെ വന്നിട്ടുണ്ട് ഈ കാർഷിക നഴ്സറിയിൽ. എവിടെ ചെന്നിട്ട് നോക്കാം. ഇവിടെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അതെ, മൊത്തം നമ്മൾ പോയിട്ട് 4 ചട്ടി മേടിച്ചിട്ടാ. 3 ചെറുതും പിന്നെ അത് ഈ ഒരു വലുതും പിന്നെ കുറച്ച് വിത്തുകളും മേടിച്ചു. ചീര വാങ്ങി, തക്കാളി, വെണ്ടയ്ക്ക, പച്ചച്ചീര, കാന്താരി, കുറ്റിപ്പയർ എല്ലാം ഇഷ്ടമുള്ള സാധനം മേടിച്ചാണ്. പിന്നെ അത് ഇതാ മറ്റേ മണ്ണിന് പകരമല്ല, അതിൻ്റെ കൂടെ ഇടാനുള്ള സാധനം. അപ്പോൾ ബാക്കി മണ്ണ് നമ്മൾ എവിടെ നിന്ന് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ വീട്ടുകാർ തല്ലും. ഒന്നെങ്കിൽ ഇവിടെ കുറച്ച് മണ്ണ് കിടക്കുന്നുണ്ട് നമ്മുടെ കനാലിൻ്റെ സൈഡിൽ. ഇത് തന്നെ വളർന്നു വന്നു കേട്ടോ. എന്താണോ? ഇവിടെ നേരത്തെ ഒരു കിടിലൻ ചേന ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണെടുക്കാൻ ഓർത്തിരിക്കണേ. അല്ലേ ഇതേ നമുക്ക് പിന്നെ കനാല് സ്വന്തമായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് മണ്ണാണ്. അതിനകത്ത് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് ഓർത്താണ് ഇരിക്കണേ. തൽക്കാലം ഈ മണ്ണ് നമുക്ക് കുറച്ച് എടുക്കാം. ഞാൻ പറഞ്ഞ ചേന ഇതെങ്ങനെ നട്ടു വെച്ചായിരുന്ന? അയ്യോ, പണി വാളെന്ന് വന്നു. തൽക്കാലം അവിടെ കിടക്കട്ടെ, നടാം. ഇപ്പം ഞാൻ നട്ടു വെച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങോട്ട് വെച്ചേക്കാം. നട്ടു വെച്ചാണ് ഇന്ന് കേൾക്കും. തൽക്കാലം ഇത് മതിയെന്ന് തോന്നണം. നോക്കാം. എങ്ങനെയാണ് പൊട്ടിക്കണേ? ഇതായിട്ട് നമ്മുടെ മറ്റേ മിക്സ് വാങ്ങിയത്. മൊത്തം 520 ഇത്തരം സാധനങ്ങൾക്കായത്. ഇതെങ്ങനെ ഇടണ്ടേന്നൊന്നും വലിയ ഐഡിയ ഒന്നും എനിക്കില്ല. ഒരു സെറ്റപ്പിൽ അങ്ങോട്ട് ചെയ്യാന്ന് നടത്താം. ബാക്കി വരണോടത്ത് കുറച്ച് കരിയില വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ. വെള്ളം ഒഴിച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ഒരു വൃത്തിയായിട്ട സമയത്ത് നടണമെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പോഴൊന്നും അല്ല നടണ്ടേ, ഇതിന് മുന്നേ ആയിരുന്നു നടണ്ടേന്ന്. പ്രശ്നമില്ല, നമുക്ക് നോക്കാം. കുഴിക്കണ്ടേ പയ്യൊന്നാ? ഇത്രയും മതിയോ? ഇതിപ്പോ കൊറേ വിത്തില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇട്ടത് ചുവന്ന ചീരയായിരുന്നു. ഇനിയിപ്പോൾ പച്ച ചീര ഇടാം. എന്നാൽ ആദ്യം ഇട്ടത് പച്ചയായിരുന്നു. എന്നാൽ ഇത് ചുവപ്പ്. ഓ അത് മതി.
ഓക്കെ അതെ. അപ്പം നമ്മളിനി ഇതേ ഈ പയറും കൂടെ നല്ലത് കുറ്റിപ്പയർ ഇതാ വലിയ ചട്ടിയിൽ ഇടാം നമുക്ക്. ഇതൊക്കെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണമായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും ചെയ്യണില്ല. അതേ വലിയ ഇതിൽ നമ്മൾ പയറാണ് ഇട്ടത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോണ നമ്മുടെ ഇത് ലേഡീസ് ഫിംഗർ ആണ്, ആ വെണ്ടയ്ക്ക. അപ്പോൾ അത് ഈ ചെറുതിലേക്കും കൂടെ ഇട്ട് നമുക്ക് പരിപാടി തീർക്കാം. ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ തൊട്ടിട്ട് ഇപ്പം നിലവിൽ താഴെ വയ്ക്കണുള്ളൂ. ഭയങ്കര ചൂടാണ്. ചിലപ്പോൾ മേളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞുള്ള ചാൻസാണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ദിവസം തൊട്ട് എന്താണെന്ന്. നമ്മുടെ കറക്റ്റ് സമയമൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും നമ്മൾ തുടങ്ങാൻ പോവാം. ഷാജിർ ടോക്സ് ആ മച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാമെന്ന് കയറി നോക്കും, സൂപ്പറാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്കും ചെറുതായിട്ട് മോട്ടിവേഷൻ അടിച്ചത്. കുറച്ചുള്ളായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടപ്പോഴത്തേക്കും ഫുള്ളി സെറ്റപ്പായി. പുള്ളിയുടെ കിടിലൻ വീഡിയോ ഷാജിർ ടോക്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് പേര്. അപ്പോൾ നമ്മളെന്തേ തുടങ്ങാൻ പോവാ. സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി എന്നെ ഒന്ന് നോക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി സന്തോഷം കിട്ടുമെന്ന് പറയണു, വരുമെന്ന് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് അടുത്ത ദിവസം തൊട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുക. അപ്പോൾ ശരി, ബൈ.